സന്ദീപ് വാര്യരെ കെപിസിസി ജനറൽ സെക്രട്ടറി ആക്കാനുള്ള നീക്കത്തിനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് വിജയൻ പൂക്കാടൻ സന്ദീപിനെ വലിയ ആളെ പോലെ പാർട്ടി കെട്ടി എഴുന്നള്ളിച്ച് നടക്കുന്നതിൽ അതിശയമാണ്. സന്ദീപ് വന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയായെന്നുമാണ് വിമർശനം. സന്ദീപ് കോൺഗ്രസ് ആയി മാറിയിരുന്നെങ്കിൽ RSSന് സ്ഥലം കൊടുക്കുമെന്ന് പറയില്ലായിരുന്നുവെന്നും വിജയൻ പൂക്കാടൻ പറഞ്ഞു. കെപിസിസിയില് സെക്രട്ടറി ആവാൻ കഴിവുള്ള അതിപ്രഗത്ഭന്മാരായ മിടുമിടുക്കന്മാരായ ആളുകൾ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. ഇയാൾ വന്നതുകൊണ്ട് അത് അവിടേക്ക് എത്തിയില്ല. സന്ദീപ് വാര്യർ വന്നതുകൊണ്ട്. സന്ദീപ് വാര്യർ എന്നാ വന്നത് ഇലക്ഷൻ്റെ തലേസാ. അല്ല, നിങ്ങൾ ആലോചിക്കും, ഈ ഭൂരിപക്ഷം എന്തായി മനസ്സിലാക്കിയ ഒരു ഭൂരിപക്ഷം കൂട്ടാൻ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പറയണേ ഒരു കാര്യം ചെയ്തിട്ട് സന്ദീപ് വാര്യർ പാർട്ടി ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിൻ്റെ കൂടെ നമ്മൾ നിൽക്കും. അതിലൊന്നും അഭിപ്രായ ദിവസമൊന്നുമില്ല. പക്ഷേ തീരുമാനം എടുക്കുമ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതിനുള്ള അർഹത അങ്ങേർക്കുണ്ടോ എന്ന് ചിന്തിക്കണം. അർഹമായിട്ടുള്ള ആളുകൾ പലരും പാർട്ടിയുടെ അകത്ത് നിൽക്കുന്നുണ്ട്. അയാൾ പാർട്ടിയിൽ വന്നിട്ട് മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷമാണ് ഈ RSSന് അയാൾ സ്ഥലം കൊടുക്കുന്നത്. ഒരു കോൺഗ്രസ്സുകാരാ ചെയ്യുമോ? ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ. ഇക്ബാൽ, സന്ദീപ് വാര്യരെ കെപിസിസി ജനറൽ സെക്രട്ടറി ആക്കാനുള്ള നീക്കം തുടങ്ങിയപ്പോൾ തന്നെ പാർട്ടിക്കകത്ത് മുറുമുറുപ്പ് തുടങ്ങി. അർഹരായിട്ടുള്ള ആളുകളുണ്ട്. അർഹനാണോ സന്ദീപ് വാര്യർ എന്നാണ് ചോദ്യം വിജയൻ പൂക്കാടൻ ചോദിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ കാര്യത്തിൽ പറയുന്നു? അതിനുശേഷം എന്തൊക്കെ പാർട്ടിയിൽ നിന്ന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? KPCC പുനഃസംഘടനയ്ക്കിടയിൽ KPCCയുടെ ജനറൽ സെക്രട്ടറി ആക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന വാർത്തയ്ക്ക് പിറകെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള വിജയൻ പൂക്കോടൻ ഇതിൽ വലിയ രീതിയിലൊരു എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. സന്ദീപ് വാര്യരെ പോലുള്ള ഒരു വ്യക്തിയെ KPCC ഘടകത്തിന്റെ ഭാരവാഹിയാക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ഭാരവാഹിത്വത്തിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് എത്താൻ യാതൊരു രീതിയിലുള്ള അർഹതയും ഇല്ല. സന്ദീപ് വാര്യർ ഒരു കഴിവുമില്ലാത്ത വ്യക്തിയാണെന്നാണ് ഇപ്പോൾ മുൻ AICC അംഗം കൂടിയായിട്ടുള്ള വിജയൻ പൂക്കാടൻ പറയുന്നത്. ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച നിരവധി നേതാക്കളും പ്രവർത്തകരും വിവിധ ജില്ലകളിൽ തന്നെയുണ്ട്. അത്തരത്തിലുള്ള കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരെ വേണം ഇത്തരത്തിലുള്ള ഭാരവാഹിത്വത്തിലേക്ക് അല്ലെങ്കിൽ സ്ഥാനത്തേക്കും എത്തിക്കാൻ. അല്ലാതെ തെരഞ്ഞെടുപ്പിന് തലേ ദിവസം മാത്രം കോൺഗ്രസിലേക്ക് കടന്നു വന്ന, കോൺഗ്രസ്സായി മാറിയെന്ന് വാക്കിൽ മാത്രം പറയുന്ന സന്ദീപ് വാര്യരെ പോലൊരു വ്യക്തിയെ ഈ സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൽ യാതൊരു രീതിയിലുള്ള ഒരു യോജിപ്പും ആ കാര്യത്തിലില്ല. സന്ദീപിന് എന്തിനാണ് പാർട്ടി ഇങ്ങനെ താങ്ങി നടക്കുന്നത്, അതിൽ തനിക്ക് അതിശയം തോന്നുന്നു എന്നാണ് ഇപ്പോൾ മുൻ AICC അംഗം കൂടിയായിരുന്ന വിജയൻ പൂക്കാടൻ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, സന്ദീപ് പൂർണ്ണമായും കോൺഗ്രസ്സായി മാറിയിട്ടില്ല. കോൺഗ്രസ്സായി സന്ദീപ് മാറിയിരുന്നെങ്കിൽ RSSന് സ്ഥലം വിട്ടുകൊടുക്കുമായിരുന്നു എന്നുള്ള പരാമർശം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണം സന്ദീപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. BJPക്ക് വേണ്ടാത്തതുകൊണ്ട് മാത്രമാണ് BJP സന്ദീപ് കോൺഗ്രസിലേക്ക് പോകുമ്പോൾ പിടിച്ചു നിർത്താൻ പോലും ശ്രമിക്കാതിരുന്നത്. അത്തരത്തിലൊരു വ്യക്തിയെ കോൺഗ്രസ് KPCC പോലൊരു ഘടകത്തിന്റെ ഭാരവാഹിയാക്കുമ്പോൾ അത് കോൺഗ്രസ് നൽകുന്ന ഒരു ആശയങ്ങളിൽ നിന്നും പുറകോട്ട് സംഭവിക്കും. അത് ആളുകൾക്കിടയിൽ വലിയ രീതിയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ സന്ദീപിനെ ഈ KPCC ജനറൽ സെക്രട്ടറി ആക്കുന്ന തീരുമാനത്തിൽ നിന്നും പാർട്ടി പുറകോട്ട് വരണമെന്നാണ് ഇപ്പോൾ മുൻ AICC അംഗം കൂടിയായിട്ടുള്ള വിജയൻ പൂക്കോടൻ റിപ്പോർട്ടിനോട് പ്രതികരിച്ചിട്ടുള്ളത്. ഇക്ബാൽ, സന്ദീപ് വാര്യരെ KPCC ജനറൽ സെക്രട്ടറി ആക്കാനുള്ള നീക്കത്തിൽ മാത്രമല്ല, മുൻപ് സന്ദീപ് വന്നതുകൊണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ തിരിച്ചടിയാണെന്നതടക്കമുള്ള, അതായത് വരവ് തൊട്ട് തന്നെ അതിൽ എതിർപ്പുണ്ട് എന്ന കാര്യം വ്യക്തമാവുകയല്ലേ അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന്? തീർച്ചയായും ശ്രുതി, അതായത് സന്ദീപ് വാര്യർ വന്നതുകൊണ്ട് മാത്രം രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട്ടെ ഭൂരിപക്ഷം കുറഞ്ഞു എന്ന ഒരു നിരീക്ഷണം നടത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണവും കൂടിയും വിജയൻ പൂക്കോടൻ നടത്തുന്നുണ്ട്. അതായത് 25,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുമായിരുന്നു. പക്ഷേ സന്ദീപ് വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഭൂരിപക്ഷ കണക്ക് കുറഞ്ഞു പോയത്. സന്ദീപ് വന്നതോടുകൂടി BJP ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. BJPക്കിടയിൽ വലിയ രീതിയിൽ ഒരുമിക്കൽ നടന്നു. സന്ദീപ് വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ രാഹുലിൻ്റേത് ഒരു ചരിത്ര ഭൂരിപക്ഷമായി മാറിയതിനെ 25,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ രാഹുൽ പാലക്കാട് നിന്ന് വിജയിച്ച് കോൺഗ്രസിന് അത് വലിയ രീതിയിൽ അഭിമാനമാകുമായിരുന്നു. പക്ഷേ സന്ദീപിന്റെ വരവ് അത് കോൺഗ്രസിന് ഗുണത്തേക്കാൾ ദോഷം ചെയ്തു എന്നുകൂടിയും ഈ സന്ദീപ് വാര്യരുടെ ഈ KPCC പ്രവേശനത്തിനെ തടഞ്ഞുകൊണ്ട് ഇപ്പോൾ വിജയൻ പൂക്കോടൻ വ്യക്തമാക്കുന്നുണ്ട്. ശ്രുതി, ശരി, വ്യക്തമാണ്. ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.